ഇവിടെ ഞാനിപ്പോ സ്വിമ്മിംഗ് പൂളില് കുളിച്ചോണ്ടിരിക്കാണ്. ഓ ഇതാരാ ഈ നേരത്തെ കൂളിംഗ് ബെൽ അടിച്ചേക്കണ്? ഇവിടെ കുളിക്കാനും സമ്മതിക്കില്ല. ആരാണോ? നമുക്ക് നോക്കി നോക്കാം. ആ ട്രെവറെ, നീയായിരുന്നാ? എന്താ കാര്യം? അതെ ഫ്രാങ്ക്ലിനെ, എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? ആ അതിനപ്പം എന്താ എന്താ ചെയ്യണ്ടേ? അതെ, ഇന്ന് ലോസ് ആൻഡോസിലെ ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട്. ഓ, സെലിബ്രിറ്റിനെ കാണാൻ പോവാനാണോ? വാ നമുക്ക് പോവാം. അതിനിപ്പം എന്താ? അല്ലല്ല, സെലിബ്രിറ്റിനെ കാണാനല്ലേ പിന്നെന്തിനാ? അത് പിന്നെ അയാള് ഒരു ലംബോർഗിനി ഓടിച്ചിട്ടാ വരണേ. ആ ലംബോർഗിനി അടിച്ചു മാറ്റണം. നിനക്ക് പിന്നെ വണ്ടികൾ അടിച്ചു മാറ്റാൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ ഒരിക്കൽ BMW ഷോറൂമിൽ പോയിട്ട് BMW ഒക്കെ അടിച്ചു മാറ്റി. പിന്നെ ടൊയോട്ട ഷോറൂമിൽ പോയിട്ട് സൂപ്പറൊക്കെ അടിച്ചു മാറ്റി. ഞാനതൊക്കെ കണ്ടു. നിനക്ക് വണ്ടികളൊക്കെ അടിച്ചു മാറ്റാൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, ചിലപ്പോൾ എന്നെ പിടിക്കും. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചേ. ഓ അങ്ങനെയാണോ? ആ ലംബോർഗിനി ഏതാ മോഡല്? ഏതാ മോഡല് എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നോടത് മൈക്കിളാ പറഞ്ഞേ. ഒരു വെള്ള കളർ ലംബോർഗിനിയാ. ആ നമുക്ക് നോക്കി നോക്കാം. പറ്റിങ്ങ വണ്ടിയും അടിച്ചു മാറ്റാം. അതെ ഡ്രൈവറെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ വെപ്പൺസ് ഒന്നും ഇല്ല. ഞാൻ വെപ്പൺസൊക്കെ എവിടെയാണോ എടുത്തു വെച്ചത്? എനിക്ക് ഓർമ്മയില്ല. നമുക്കിനി പോയിട്ട് വെപ്പൺസൊക്കെ മേടിക്കണം. എൻ്റെ കയ്യിൽ ഒരു പിസ്റ്റൽ പോലില്ല. ഒരു പിസ്റ്റലെങ്കിലും കയ്യിൽ വെക്കണത് നല്ലതാ. അതെ, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടോ? ആ എൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. ഒരു റിവോൾവർ ഉണ്ട്, അതിൽ 6 ബുള്ളറ്റും ഉണ്ട്. ആ ബെസ്റ്റ്. എന്ത് റിവോൾവറിന് എന്താ കുഴപ്പം? ഒരടിച്ച അയാളുടെ തല അങ്ങ് പൊളിഞ്ഞു പോവും. ആ അതൊക്കെ എനിക്കറിയാം, പക്ഷെ അത് ക്ലോസ് റേഞ്ചിൽ അടിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നിൻ്റെ കയ്യിൽ 6 ബുള്ളറ്റുള്ളൂ. അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നിൻ്റെ ഒരു ഷോട്ട് മിസ്സായാൽ മതി, പിന്നെ കഴിഞ്ഞു കത്തിക്കല്. ഓ അത് ശരിയാണല്ലേ. എന്നാൽ പിന്നെ ഞാനും വെപ്പൺസ് മേടിക്കാം. എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല. അതിനിപ്പോൾ നീ അധികം വെപ്പൺസ് ഒന്നും മേടിക്കണ്ട. ഒരു അസാൾട്ട് റൈഫിൾ മാത്രം മേടിച്ചാൽ മതി. മെയിനായിട്ട് നമ്മൾ ഫൈറ്റ് ഒന്നും ചെയ്യില്ല. ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് പോയിട്ട് വണ്ടിയും അടിച്ചു മാറ്റും, അത്രേ ഉള്ളൂ. സൈലൻ്റ് ആയിട്ട് വണ്ടി അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അവിടെ ചിലപ്പോൾ ഇഷ്ടം പോലെ സെക്യൂരിറ്റി കാണും. ആ അതൊന്നും കുഴപ്പമില്ല. എത്ര സെക്യൂരിറ്റി ഉണ്ടായാലും നമ്മളെ വണ്ടി അടിച്ചു മാറ്റിയിരിക്കും. ഇന്ന് തന്നെ നമ്മൾ അടിച്ചു മാറ്റും. ലംബോർഗിനി ഏതാ മോഡലെന്ന് എനിക്കറിയില്ല. അവിടെ ഏതെങ്കിലും ഒരു ലംബോർഗിനി കണ്ട നമ്മളത് അടിച്ചു മാറ്റും, അത്രേ ഉള്ളൂ. ആടാ, എനിക്കിപ്പോൾ ഏത് മോഡൽ ലംബോർഗിനി ആയാലും കുഴപ്പമില്ല. ഒരു ലംബോർഗിനി കിട്ടിയാൽ മതി. അല്ല, നീ ഇപ്പം തന്നെ മൈക്കിളുടെ വീട്ടിലേക്ക് പോണേ? ഏയ്, ഞാൻ മൈക്കിളിൻ്റെ വീട്ടിലേക്കല്ല പോണേ. മൈക്കിളതിന് ഇവിടെ ഇല്ല. ഫാമിലി ആയിട്ട് ലിബർട്ടി സിറ്റി കറങ്ങാൻ പോയിക്ക. അതിന് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് ശരി, നമ്മളൊന്നും വിളിച്ചില്ല മൈക്കിള്. ഏയ് അത് ഫാമിലി ട്രിപ്പല്ലേ. അത് ഫാമിലി ആയിട്ട് പൊക്കോട്ടെ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ട്രിപ്പ് പോവാം. നമുക്ക് 3 ആൾക്ക് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലെസ്റ്ററിനും കൊണ്ടുപോവാം. ആടോ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എമുനേഷനിലേക്ക് എത്തിയേക്കാം. വണ്ടി നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് പോയിട്ട് കുറച്ച് വെപ്പൺസ് അങ്ങ് മേടിക്കാം. ഇതിൽ ഏത് വെപ്പൺസ് മേടിക്കുക? ഇവിടെ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. നമുക്ക് ഒരു സ്നൈപ്പർ മേടിക്കാം. അകലെന്ന് ഫയർ ചെയ്യാനായിട്ട് സ്നൈപ്പർ നല്ലത്. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ പിസ്റ്റൽ ഉണ്ട്. ഗ്രനേഡൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്നൈപ്പർ വേണ്ടേ. ഓക്കെ, സ്നൈപ്പർ പർച്ചേസ് ചെയ്തു. ഇതിൽ പിന്നെ ഇൻബിൽട്ട് സപ്രസർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു റൈഫിള് നമുക്ക് ഇത് മേടിക്കാം, AK-47. ഓക്കെ, അതും പർച്ചേസ് ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും മേടിക്കണോ? ഒരു വെട്ടുകത്തി മേടിക്കാം, കിടന്നോട്ടെ. ഓക്കെ, അതും മേടിച്ചിട്ടുണ്ട്. പിസ്റ്റൽ മേടിക്കണോ? പിസ്റ്റലും മേടിക്കാമല്ലേ. ഇതിലിപ്പോൾ ഏത് പിസ്റ്റലാണ് മേടിക്കുക? ഇവിടെ റിവോൾവർ കാണാനില്ല. എന്നാൽ പിന്നെ ഇതങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഇഷ്ടം പോലെ വെപ്പൺസ് പർച്ചേസ് ചെയ്തു. ഡ്രൈവറെ, പോയിട്ട് വെപ്പൺസ് മേടിക്കേ. ഓക്കെ, ഇവിടെ ഡ്രൈവർ ഗണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട്. ഏട്ടാ ഡ്രൈവറെ, ഇതിങ്ങനെ നാട്ടുകാരെ കാണിച്ച് നടക്കല്ലേ, എടുത്തേക്ക്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇവിടുത്തെ ഡ്രൈവർ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെലിബ്രിറ്റി വരുന്ന ലൊക്കേഷനിലേക്ക് പോവാം. എടാ ഡ്രൈവറെ, ആ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത്? അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു വൈഫൈയുടെ അടയാളം കാണും ആ സ്ഥല. വൈഫൈയുടെ അടയാളാ? ഓ, ഈ സ്ഥലമാണോ? ഇതായിരിക്കും. ഓക്കെ, ലൊക്കേഷൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം.
അതന്നെയല്ലേ ലൊക്കേഷൻ? ആ ലൊക്കേഷൻ അത് തന്നെയാണെന്ന് വിചാരിക്കണു. അല്ല ഫ്രാങ്ക്ലിനെ, നീ ഇപ്പം എന്താ എൻ്റെ വീട്ടിലേക്ക് വന്ന്? നമ്മളിന്ന് വണ്ടി അടിച്ചു മാറ്റണില്ലേ? ആ വണ്ടി നമ്മൾ അടിച്ചു മാറ്റും. അല്ല ഡ്രൈവറെ, നിനക്ക് ഈ വണ്ടി ആവശ്യമുണ്ടാ? നീ ഇപ്പം എന്തായാലും ലംബോർഗിനി എടുക്കാൻ പോവല്ലേ? ആ എനിക്ക് ഈ വണ്ടിയൊന്നും വേണ്ട, നീ ഇതെടുത്തോ. ഏയ് എനിക്ക് ഈ വണ്ടിയൊന്നും വേണ്ട. ആ ലൊക്കേഷൻ വരെ പോവാനാ. നമ്മളവിടെ നിന്ന് ആ ലംബോർഗിനി അടിച്ചു മാറ്റുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം വരില്ല. ഇതവിടെ ഇട്ടിട്ട് പോരെ. എൻ്റെ മറ്റേ വണ്ടി പിന്നെ ഞാൻ എടുക്കണില്ല. അതിൽ ഞാൻ കുറേ പൈസ ചിലവാക്കി മോഡിഫൈ ചെയ്തതാ. ഈ വണ്ടി ഇപ്പോൾ പോയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും ലംബോർഗിനി കിട്ടാൻ പോവല്ലേ? ഏയ് അതൊന്നും കുഴപ്പമില്ല, ലംബോർഗിനി കിട്ടിയാൽ മതി. ആടാ അതൊക്കെ ഞാൻ ഏറ്റു. നമ്മളിപ്പോൾ ഏതായാലും കയറി ചാടി പോയിട്ട് അടി ഉണ്ടാക്കില്ല. സൈലൻ്റ് ആയിട്ട് പോയിട്ട് വണ്ടി അങ്ങ് അടിച്ചു മാറ്റും, ആരും കാണാണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ചേട്ടാ ഗേറ്റ് തുറക്ക്. എന്തുവാടത്? ഈ പേട്ട വണ്ടിയും കൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. വല്ല ബെൻസോ BMW റോൾസ് റോയ്സോ അങ്ങനത്തെ ഏതെങ്കിലും വണ്ടിയിൽ വാ. അത് ശരി, അങ്ങനെയാണല്ലേ? ഈ പെണ്ണിനെ ഓളിയിടണ്. അത് പിന്നെ ഇവിടെ പലതും സംഭവിക്കും. നിങ്ങൾ വേഗം ഇവിടെ നിന്ന് സ്ഥലം ഇവിടെ നോക്ക്, നല്ല വണ്ടിയിൽ വാ. ആ ശരി, നമ്മളിതേ പോവാ. ഇയാൾക്ക് നമ്മൾ ആരാന്ന് ശരിക്കും അറിയില്ല, കാണിച്ചു കൊടുക്കണം. ആടെ ഡ്രൈവറെ, പക്ഷെ ഇപ്പോൾ അലമ്പുണ്ടാക്കാൻ പറ്റില്ല. അലമ്പുണ്ടാക്കിയാൽ പണിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിൽ കൂടെ കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. എന്തെങ്കിലും ഒരു വഴി കാണും. ഓക്കെ, എനിക്കവിടെ മുമ്പിൽ ഒരു പാർക്കിംഗ് കാണാണ്ട്. നമുക്ക് സ്നൈപ്പറിൻ്റെ സ്കോപ്പും വെച്ച് നോക്കി നോക്കാം. ഓ, ഇവിടെ എനിക്ക് ലംബോർഗിനി ഒന്നും കാണാനില്ല. ഇവിടെ കുറേ പേട്ട വണ്ടികളുണ്ടല്ലോ, എന്നിട്ട് നമ്മുടെ വണ്ടി അകത്തേക്ക് കയറ്റിയില്ല. ഇത് പിന്നെ വലിയൊരു ഹാളാണ്. എനിക്ക് തോന്നണതേ ഇവിടെ നിന്ന് രാത്രി എന്തോ പരിപാടി നടക്കണ്ടെന്നാ. അതുകൊണ്ടാവും സെലിബ്രിറ്റി വന്നിട്ടുണ്ടാവുക. ഓക്കെ, ആ പരിപാടിയുടെ പോസ്റ്ററൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എടാ ഡ്രൈവറെ, അവിടെ ശരിക്കും ലംബോർഗിനി ഉണ്ടാ? നീ വെറുതെ പറയലല്ലോ. ഏയ് എന്നോട് മൈക്കിളാണ് വിളിച്ച് പറഞ്ഞേ ഇവിടെ സെലിബ്രിറ്റി വരുന്നുണ്ടെന്ന്. അതിന് മൈക്കിൾ ഇവിടെ നാട്ടിലില്ലല്ലോ, പിന്നെ അതെങ്ങനെ അറിഞ്ഞേ? അതെനിക്ക് അറിയില്ല കേട്ടോ, അവരങ്ങനെ പറഞ്ഞു. ആ നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ വണ്ടി പാർക്കിങ്ങിലേക്ക് കൊണ്ടുവന്നു. നമുക്കിനി ഈ കാണുന്ന പാർക്കിങ്ങിലോട്ട് ഒന്ന് സെർച്ച് ചെയ്യാം. എവിടെയെങ്കിലും ഒക്കെ ലംബോർഗിനി ഉണ്ടാവും. ഓ, മുമ്പിലൊരു വണ്ടി ഉണ്ടല്ലോ. ഓ, ഇത് ലംബോർഗിനി അല്ല, ഇത് ഇൻഫർണസാ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ലംബോർഗിനിയാണ്. ആ നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ ഭാഗത്ത് പിന്നെ ഇഷ്ടം പോലെ ലക്ഷറി കാർസ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ ജാഗോറൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനും ഡ്രൈവറും ഇവിടെ സെർച്ച് ചെയ്തു, പക്ഷെ എനിക്ക് വണ്ടിയൊന്നും കണ്ടില്ല. ഒരു മിനിറ്റ്, അവിടെ ഒരു ലംബോർഗിനി ഉണ്ടല്ലോ. എടാ ഡ്രൈവർ, ഇങ്ങോട്ട് വന്നേ, വണ്ടി ഇത് എവിടെ ഉണ്ട്? ഒന്ന് വേഗം വാടോ. ഇത് ഇവിടെ VIP പാർക്കിങ്ങിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഈ ഡ്രൈവർ എങ്ങോട്ടാ പോയേ? വേഗം വാടാ. ഓടോ, ഞാൻ വരുന്നു. അല്ല, ആ വണ്ടി ലോക്കാണോ? ഓ, ഇത് ലോക്കാണോ? ഒരു മിനിറ്റ്. ഏയ് ഇത് ലോക്കൊന്നല്ല, വേഗം കയറിക്കോ. ഓക്കെ, വണ്ടി എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ, നല്ല സൗണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നണത് ഇവിടെ ഉള്ളവരൊക്കെ അലേർട്ടായി ഉണ്ടാവുന്ന. പിന്നെ അല്ലാണ്ട് ഇതിന് പിന്നെ സൗണ്ട് ഉണ്ടാവാണ്ടിരിക്കുമോ? ഇത് ഇലക്ട്രിക് അല്ലല്ലോ. ആ അതും ശരിയാണ്. നമുക്കിപ്പോൾ ഏതായാലും സ്ഥലം വിടാം. ഇവിടെ ആരും കണ്ടില്ല എന്ന് വിചാരിക്കണു. നമുക്കിനി ഇത് സേഫായിട്ട് വീട്ടിലെത്തിക്കാൻ നോക്കാം. ഇവിടെ ഫ്രാങ്ക്ലിനെ പണിപ്പാളില്ലോ. നമുക്കിവിടെ 4 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നു. ആ അത് ശരിയാണല്ലോ. ഇപ്പൊ ശരിക്കും പണിപ്പാളി. ആരോ പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും. ഇതെവിടെ പോലീസ് വഴി തടഞ്ഞേക്കണ്. ഒരു കാര്യം ചെയ്യാം, സൈഡിൽ കൂടെ അങ്ങ് പോവാം. അവന്മാരിതേ വണ്ടിയുമ്പോൾ ഫയർ ചെയ്യുന്നുണ്ട്. വണ്ടിക്ക് ഡാമേജ് കിട്ടാണ്ട് നോക്കാം പരമാവധി. ഓ, ഇവന്മാരിതേ വണ്ടി മേടിച്ചു. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ സ്ക്രാച്ചായി. അവിടെ ഇവിടുത്തെ പോലീസുകാരൊക്കെ അങ്ങനെയാ, വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിടൂ. നീ വേഗം സ്ഥലം ഇവിടെ നോക്ക്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യും പോലീസ്. ഏയ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് രക്ഷപ്പെടാം. അത് നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാവും, ഞാൻ അങ്ങോട്ട് ചെല്ല്. അവിടെ ഡ്രൈവറെ, ഞാൻ അങ്ങോട്ട് തന്നെ പോണേ, പക്ഷെ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് സിറ്റിയുടെ സെൻറ്ററിലാവും, ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ആ ഈ ഫ്ലൈ ഓവറിൻ്റെ മേലെയല്ലേ മെട്രോ? ഇവിടെ മെട്രോ ഇല്ല. മെട്രോ എവിടെയാ? ഈ ഭാഗത്ത് എവിടെ ഉണ്ട് എനിക്ക് ഉറപ്പാ. ഞാൻ മുന്നേ സൂപ്പർ അടിച്ച് മാറ്റിയപ്പോൾ ഈ ഭാഗത്തിൽ കൂടെ ഒക്കെ വന്നതാ. എനിക്ക് തോന്നണതേ കുറച്ചുകൂടി നീങ്ങിയിട്ടാവുന്ന. ഓക്കെ, എനിക്ക് അവിടെ ലിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് മെട്രോൻ്റെ. എനിക്ക് തോന്നണത് കുറച്ചുകൂടി മുമ്പിലേക്ക് പോകണമെന്നാ. ഈ ഫ്ലൈ ഓവർ ലൈൻ ഉണ്ട് മെട്രോ. ആ അതെനിക്ക് ആ മെട്രോ ലൈന് കിട്ടി.
നമുക്ക് ഈ ട്രാക്ക് ഫോളോ ചെയ്ത് പോവാം. എവിടെയെങ്കിലും ടണലുണ്ടാവും. ഓ വഴിന്ന് മാറ്റാ. ഏത് നേരത്താണോ? ഓക്കെ, ഇവിടുത്തെ ടണലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. അതെ, പോലീസുകാർ അകത്തേക്ക് വരുന്നില്ലല്ലോ. അകത്തേക്ക് വരില്ല. അകത്തേക്ക് വരാൻ ചാൻസ് കുറവാ. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിടാം. പോലീസുകാർ പോണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ പോയേക്കാണ്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ ഡാമേജ് ആയിക്കുക. പക്ഷെ നീങ്ങുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. നമുക്ക് ആദ്യം ഈ വണ്ടി പോയിട്ട് റിപ്പയർ ചെയ്യാം. വണ്ടിയുടെ പെയിൻ്റ് ഒന്ന് മാറ്റാം. ഈ വെള്ള പെയിൻറ് മാറ്റാം. എന്നിട്ട് വേറെ ഏതെങ്കിലും കളർ അടിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വണ്ടിയുടെ പെയിൻറ് കൂടി മാറ്റി. ഇപ്പോൾ പച്ച കളർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കാണാൻ കുറച്ചുകൂടി ലുക്കായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഡ്രൈവർ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യണേ. നാളെ കാലത്ത് ഡ്രൈവർ ലംബോർഗിനി എടുത്ത് പൊക്കോളൂ. ഡ്രൈവറിൻ്റെ മറ്റേ വണ്ടി പിന്നെ പോയി. അത് പിന്നെ ഡ്രൈവറിന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഈ വണ്ടി കിട്ടിയപ്പോൾ ഡ്രൈവറിന് ഹാപ്പിയായി. ഇനി നമുക്ക് 2 ബിയറൊക്കെ അടിച്ചിട്ട്